നമ്മൾക്ക് ചരിത്രപരമായ ഒരു അനുസ്മരണം എന്തുകൊണ്ടോ മലയാളിക്ക് നഷ്ടപ്പെട്ട ഒന്നാണ്. കടമ്മനിട്ട് അദ്ദേഹത്തിന് പ്രസിദ്ധമായ കുറത്തി എന്ന കവിതയിൽ പകുതി ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന്. പക്ഷേ കവിത അവസാനിക്കുമ്പോൾ കടമ്മനിട്ട് തിരുത്തി പറയുന്നു, നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന്. കണ്ണൂരിലെ പ്രസിദ്ധമായ ഒരു സ്കൂളിൽ ഞാനിവിടെ DIG ആയിരുന്നു പ്രസംഗിക്കാൻ പോയി. അവിടെ വെച്ച് ഞാൻ ഈ ബലിഹസനെ പറ്റി ചോദിച്ചിട്ട് 100 കുട്ടികൾ ഒരു കുട്ടി പോലും ബലിഹസനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല. ആ ഒരു വലിയ പരിതാപകരമായ അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ബലിഹസൻ ഏതോ അറക്കലെ മുസ്ലിമായിരുന്നു, മറ്റവരൊക്കെ ഹിന്ദുക്കളാണ്. ഈ രീതിയിൽ ചരിത്രത്തെ കാണരുത്. നിങ്ങൾ വളരെ സിദ്ധാർഹമായി നമ്മുടെ ചരിത്രത്തെ ഏതാനും ചില വാക്കുകളിലൂടെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ ദേശത്തെ ജനത 17,000 വർഷങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിലെ പ്രസിദ്ധമായ എടകൽ ഗുഹകളിൽ നമ്മുടെ ചരിത്രം എഴുതി വെച്ചത്. നിലമ്പൂരിലാണ് 5000 കൊല്ലം പഴക്കമുള്ള തൊപ്പിക്കല്ലുകളും നമ്മുടെ ചരിത്ര സ്മാരകങ്ങളും ഉള്ളത്. ഈ കണ്ണൂരിലേക്ക് വലിയ ജനതകൾ ഒഴുകിയെത്തി. 3500 വർഷങ്ങൾക്ക് മുമ്പ് മിനോവൻ സംസ്കാരം തകർന്നപ്പോൾ അവിടുന്ന് ഒരു ജനതതി കണ്ണൂരിലേക്ക് എത്തി. നമ്മുടെ മണ്ണാന്മാർ ഉൾപ്പെടെയുള്ള ജനവിഭാഗം. മദർ ഗോഡസ് കൺസെപ്റ്റ് ആദ്യമായി മലബാറിലെത്തുന്നത് ആ മിനോവൻ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ്. ക്രിസ്തുവിന് ഒരു 612 വർഷങ്ങൾക്ക് മുമ്പ് അസീറിയൻ സംസ്കാരം തകരുകയാണ്. അവിടുന്ന് കപ്പലിൽ കുറച്ചുപേര് കണ്ണൂരിലേക്ക് വന്നു. അവിടെയാണ് ബാക്കസ് ദേവൻ, മദ്യപാനം ശീലമായ ബാക്കസ് ദേവൻ വന്നിട്ട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ രൂപത്തിൽ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഇത് പറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടി ചിലർ പാക്കപ്പലിൽ വന്ന് മുത്തപ്പനെ പറ്റി മുത്തപ്പൻ്റെ കവിതയിൽ നമ്മൾ വായിക്കുകയാണ്. 12,500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ ജനതകൾ ഒഴുകിയെത്തി. അതിൽ വളരെ പ്രസിദ്ധമായ 2-3 നമ്മൾ ശ്രദ്ധേയമായി ഓർത്തിരിക്കേണ്ടതാണ്. അതിലൊന്ന് മൂഷകവംശം കാവ്യത്തിൽ പറയുന്ന വലിയ ജനതയുടെ വരവാണ്. ഗുജറാത്തിലെയും മഹാരാഷ്ട്രയുടെ തീരത്ത് നിന്നാണ് മൂഷകവംശം കാർത്തിവീരാർജുനൻ്റെ കഥയിൽ കണക്ട് ചെയ്ത് ഇവിടെ എത്തുന്നത്. രാമകട മൂഷിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് രാമന്തളിയായി, ഇന്നൊരു ചെറിയ ഗ്രാമമാണ്. പിന്നെ തലസ്ഥാനം വലിയ രീതിയിൽ പണിഞ്ഞു, അത് തളിപ്പറമ്പായി മാറി. ആ വലിയ രാജാവ് ശൈവാരാധനയുടെ ഭാഗമായി പരമശിവൻ്റെ മകൻ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രം പണിഞ്ഞു. പരമശിവൻ്റെ മകനായതുകൊണ്ട് പയ്യന്നൂർ എന്ന സ്ഥലത്തിന് പേര് വന്നു. അവരുടെ പ്രധാനപ്പെട്ട രാജാവ് വല്ലഭ രാജാവായിരുന്നു. വല്ലഭനൊരു പട്ടണം ഉണ്ടാക്കി, അത് വല്ലഭ പട്ടണമായി. ഇപ്പോൾ ബലിപട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലമായി മാറി. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിരിക്കുന്ന സ്ഥലം. അവരുടെ പ്രഗത്ഭനായ മറ്റൊരു രാജാവ് ശ്രീകണ്ഠനായിരുന്നു. അദ്ദേഹം ശ്രീകണ്ഠപുരം പ്രസിദ്ധമായ പട്ടണം ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് നദിയുടെ ഇരുകരകളിൽ മറ്റൊരു പട്ടണം ഉണ്ടാക്കിയത്. ഇരുകരകളിൽ ഉണ്ടാക്കിയ പട്ടണമാണ് ഇരിക്കൂർ എന്ന് വിളിച്ചത്. അതാണ് ഇരിക്കൂർ നമ്മൾ അറിയപ്പെടുന്ന സ്ഥലം. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വളരെ കൃത്യമായി പണിതു വരുത്തിയ രാജവംശം. അവര് വൈഷ്ണവാരാധനയുടെ ഭാഗമായി പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായി. അങ്ങനെ കണ്ണൻ ഊരായപ്പോൾ അത് കണ്ണൂരായി രൂപാന്തരപ്പെട്ടു. അവർ വലിയ ചേരികളുണ്ടാക്കി അയോധന വിദ്യ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ 64 ചേരികളുടെ തലവനായി ഒരു ചേരി നിശ്ചയിച്ചു. അതാണ് തലശ്ശേരി. അതിപ്പോൾ തലശ്ശേരിയായി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ഈ ദേശത്തിൻ്റെ വലിയ പാരമ്പര്യം കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ആ പാരമ്പര്യത്തിലാണ് നമ്മൾ ഓരോ ഗ്രന്ഥവും വായിക്കേണ്ടത്. ഇബ്നു ബത്തൂത്ത വന്നിട്ട് പറയുന്നു, ശ്രീകണ്ഠപുരത്തെ പാറയുടെ മുകളിലിരുന്ന് ഞാനിതാ എൻ്റെ ചരിത്രം എഴുതുകയാണ്. ഇബ്നു ബത്തൂത്ത ശ്രീകണ്ഠപുരത്തെ ആ പാറ, ഞാൻ പോയ പാറപ്പുറത്തിരുന്നു. ഇബ്നു ബത്തൂത്ത ഇരുന്ന സ്ഥലത്ത് അദ്ദേഹം ഇവിടെ വന്ന് നീണ്ടി യാത്ര ചെയ്തു. വെനിസുലയുടെ ഒരറ്റത്ത് നടന്നങ്ങ് തെക്കേറ്റെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാട്ടൂൽ എന്തൊരു നീളം എന്ന്. മാട്ടൂൽ, ഇപ്പോൾ മാട്ടൂലിൻ്റെ സ്ഥലപ്പേര് അറബി ഭാഷയിൽ എന്തൊരു നീളം എന്നാണ് എൻ്റെ അർത്ഥം. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ സാംസ്കാരിക പാരമ്പര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ശ്രദ്ധേയമായ AD 654 കൂടി ആദ്യത്തെ സംസ്കൃത ഇൻസ്ക്രിപ്ഷൻ ആദൂർ ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അവര് ഇവിടേക്ക് കുടിയേറി. അങ്ങനെ സംഘകാലത്തിൻ്റെ വലിയ ഭാഗമായി നമ്മൾ മാറി. അവിടെയാണ് കണ്ണൂരിലെ പ്രഗത്ഭനായ നണ്ണാൻ്റെ കഥ നമ്മൾ അറിയുന്നത്. നണ്ണാൻ്റെ ഭരണക്രമത്തിൻ്റെ പ്രത്യേകത കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ സംഘകാല കൃതികളിൽ നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രം ഭംഗിയായിട്ട് കാണുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ കടലുമായിട്ടുള്ള ബന്ധം അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങ് 3200 വർഷത്തിന് മുമ്പ് ഫറോ രാംസെസ് രണ്ടാമൻ്റെ അസ്ഥിമഞ്ജരം അല്ലെങ്കിൽ മമ്മി കിട്ടിയപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിലും ചെവിയിലും ഒക്കെ കുരുമുളക് അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ശവം അഴുകാതിരിക്കാൻ കുരുമുളക് നല്ല സാധനമാണ്. ഇയാൾ ക്രൂരനായ രാജാവായിരുന്നു. അതുകൊണ്ട് ചത്ത് കഴിഞ്ഞാൽ അണ്ണാക്കിൽ ഇരിക്കട്ടെ എന്ന് അടിച്ച് കയറ്റാൻ നമുക്ക് അറിഞ്ഞുവിടാം. പക്ഷേ ഈ കുരുമുളക് എവിടെ നിന്ന് വന്നു? അവർ DNA ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ കണ്ടെത്തി ആ കുരുമുളക്
മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന കുരുമുളകിൻ്റെ DNA ആണ് 3500 കൊല്ലത്തെ രാമസേസ് രണ്ടാമൻ്റെ മൂക്കിൽ നിന്ന് കിട്ടിയത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ രാജാവ് ദേവാലയം പണിയുകയാണ് ജെറുസലേമിൽ. അദ്ദേഹത്തിൻ്റെ മദ്ബഹ മയിൽപ്പീലി കൊണ്ട് അലങ്കരിക്കാൻ തീരുമാനിച്ചു. ആ മയിൽപ്പീലിയെ വേദവസ്തുത്തിൽ 3000 കൊല്ലത്തിനും വിളിച്ചിരിക്കുന്നു തൂക്കി. തമിഴ് ഭാഷയിൽ ആൺമയിലിൻ്റെ പേരാണ് തോകി, അതാണ് തൂക്കി എന്ന് രൂപാന്തരപ്പെടുന്നത്. അദ്ദേഹം ആനക്കൊമ്പ് കൊണ്ട് ബലിപീഠം ഉണ്ടാക്കി. ആനക്കൊമ്പിനെ വിളിച്ചു കാളഫ് എന്ന് വിളിച്ചു. സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഫം. 3000 കൊല്ലത്തിന് മുമ്പ് ഹിബ്രു ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചരിത്രം അന്നുകൊണ്ട് തുടങ്ങുന്നതാണ്. വേദവസ്തുത്തിൽ തന്നെ 3000 വർഷത്തിന് മുമ്പ് 22 വാക്കുകളുണ്ട്, തമിഴിലെയും സംസ്കൃതത്തിലും ഒക്കെ. ആ വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അന്ന് ആ കടൽ 2000 വർഷത്തിന് മുമ്പ് യൂറോപ്പിലുള്ളവരും ആഫ്രിക്കയിലുള്ളവരും എറിത്രിയൻ കടൽ എന്ന് വിളിച്ചു. കാര്യം എത്യോപ്യയുടെ സൈഡിലുള്ള എത്യോപ്യ പ്രോവിൻസ് ചേർത്താണ് അവർ വിളിച്ചത്. പക്ഷെ നമ്മൾ സംഘകാല കൃതികളിൽ ഈ കടലിനെ വിളിച്ചു ഉദരപ്പെരുവെള്ളം. അതായത് എപ്പോഴും തിരമാല ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന അക്കരെ കാണാൻ പറ്റാത്ത കടൽ, അതാണ് ഉദരപ്പെരുവെള്ളം എന്ന് സംഘകാല കൃതിയിൽ നമ്മൾ വിളിച്ചത്. സംഘകാല കൃതിയിലൂടെ പഠിച്ചത് രാജാക്കന്മാരെല്ലാം കുറവരായിരുന്നു. ഇളവേണി കവിയത്രി കുറത്തിയാണ്, കുറുമകൾ ചാത്തി കുറത്തിയാണ്, കണ്ണകി കുറത്തിയാണ്, കൊടുങ്ങല്ലൂരമ്മ കുറത്തിയാണ്, മലയാളപ്പുഴ ഭഗവതി കുറത്തിയാണ്. ഇപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു രാജവംശമായിരുന്നു. അവിടെ നായനാർമാരുടെ ചരിത്രത്തിൽ ഒരു പുലയ നായനാരുണ്ട്. നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് പുലയൻ അവിടുത്തെ രാജാവാണ്. ഇവിടെ പാലക്കാട് ജില്ല ഭരിച്ചിരുന്നത് വള്ളുവൻ അല്ലെങ്കിൽ പറയന്മാരായിരുന്നു. പറയന്മാരൊരു ഷെഡ്യൂൾ കാസ്റ്റാണ്. ലോകത്തിൽ ഇത്രയും പ്രസിദ്ധി കിട്ടിയ ആരുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ബിഡനെ സൗദി അറേബ്യയിൽ രാജാവിനെ ചീത്ത വിളിക്കാൻ പോയപ്പോൾ യു ആർ ഇന്റർനാഷണൽ പറയാന്നാണ് അയാൾ വിളിച്ചത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വായി വരെയുള്ള വാക്കാണ് ഈ പറയുമെന്നുള്ള വാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സംസ്കാര പാരമ്പര്യത്തോടെ നമ്മൾ വളർന്നു വരുന്ന സമയത്താണ് ഈ കടലിന് വലിയ മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഹിന്ദുമതം 2-3 തീരുമാനമെടുത്തു. ഇന്ത്യൻ സംസ്കാരം തകർച്ചയ്ക്ക് കാരണമായ തീരുമാനങ്ങൾ. ഒന്ന്, കടൽ കടന്ന് അക്കരെ കയറിയാൽ ജാതി പ്രശ്നമാവെന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദുക്കൾക്ക് കപ്പലുണ്ടാക്കാനോ കടൽ കടന്ന് അപ്പുറത്ത് പോകാനോ ഒക്കത്തില്ല. 21-ാം നൂറ്റാണ്ടിലെ വിഷ്ണുനാരായണ നമ്പൂരി സാറ് തിരുവല്ല ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിരുന്നു. അദ്ദേഹം ലണ്ടനിൽ പോയിട്ട് മലയാള കൗൺസിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ഭ്രഷ്ടാക്കി. അപ്പോൾ ഈ കപ്പലുണ്ടാക്കാനോ നേവി ഉണ്ടാക്കാനോ ഹിന്ദുക്കൾക്ക് പറ്റാതായപ്പോൾ ഇന്ത്യക്ക് നേവൽ പവർ ഇല്ലാതായി. രണ്ടാമത്, അറിവ് ബ്രാഹ്മണർക്കും ഏതാനും പേർക്കും റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ അറിവുള്ളവർ ജനസംഖ്യയുടെ 5% താഴെയായി. മൂന്നാമത് ഹിന്ദുമതം ചെയ്ത ഒരു മണ്ടത്തരം, ക്ഷത്രിയർക്ക് മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ക്ഷത്രിയന്മാർ 12% കൂടുതൽ ഒരിക്കലും വന്നിട്ടില്ല ഇന്ത്യയുടെ ജനസംഖ്യ. അപ്പോൾ സ്ത്രീകളും കുട്ടികളും കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പറ്റുന്ന 4% ജനങ്ങൾക്കാണ്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ മുഴുവൻ കഴിവുള്ളവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഈ കാരണത്താൽ ഇന്ത്യൻ നേവി തകരാൻ തുടങ്ങി. അപ്പോൾ ആ നേവി ഇല്ലാത്തൊരവസ്ഥയിൽ ആ നേവിയുടെ സ്ഥാനം മുസ്ലിങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ അറബി ദേശത്തെ അറബികൾ ഇങ്ങനെ അവരുടെ സംസ്കാരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകന്റെ കാലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും സിറിയയും ഡമാസ്കസും ഒക്കെ അവർ പിടിച്ചു. AD 630 ആഴപ്പോഴേക്കും ഖാലിഫ ഉമർ ജെറുസലേമും ഇസ്രായേൽ ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ പിടിച്ചു. AD 636 ആയപ്പോഴേക്കും ഇറാഖ് മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിലായി. AD 638 ആയപ്പോഴേക്കും ഇറാൻ പേർഷ്യയുടെ കയ്യിലായി. 642 ആയപ്പോൾ അവർ ഈജിപ്റ്റ് പിടിച്ച് ഉത്തരാഫ്രിക്കയിലേക്ക് കയറി. AD 656 ആയപ്പോഴേക്കും അവർ ടുണീഷ്യ പിടിച്ചു, അൾജീരിയ പിടിച്ചു. അങ്ങനെ AD 680 ആയപ്പോഴേക്കും അവർ മൊറിറ്റാനിയ പിടിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പോയി മുട്ടി. പിന്നെ അവർക്ക് വടക്കോട്ട് തിരിയണം. അങ്ങനെ അവർ താരിഖിൻ്റെ നേതൃത്വത്തിൽ ജിബ്രാൾട്ടർ കടന്ന് സ്പെയിനിൽ കയറി. ജിബ്രാൾട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം ജിബ്രാൾ അൽ താരിഖ്, താരിഖ് കടന്നുപോയ സ്ഥലം എന്നാണ്. സ്പെയിനും പോർച്ചുഗലും മുസ്ലിങ്ങളുടെ കയ്യിലായി. എന്നാൽ കിഴക്കോട്ട് വന്നവർ വളരെ ശ്രദ്ധേയമായിട്ട് തള്ളിക്കയറി അവർ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി. AD 712 ആയപ്പോഴേക്കും സിന്ധ് പിടിച്ചെടുത്തു മുഹമ്മദ് ബിൻ കാസിം. അതോടുകൂടി ലോകത്തിലെ പ്രധാനപ്പെട്ട നദീതീര സംസ്കാരങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ കയ്യിലായി. ഈജിപ്ഷ്യൻ സംസ്കാരം അവരുടെ കയ്യിലായി, സുമേരിയൻ സംസ്കാരം അവരുടെ കയ്യിലായി, ബാബിലോണിയൻ സംസ്കാരം അവരുടെ കയ്യിലായി, അസീറിയൻ സംസ്കാരമുള്ള സ്ഥലം അവരുടെ കയ്യിലായി, പേർഷ്യൻ സംസ്കാരം ഇസ്ലാമിൻ്റെ കയ്യിലായി, ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്ഥലവും ഇസ്ലാമിൻ്റെ സൈഡിലായി. ചൈന ഒഴിച്ച് ബാക്കി മുഴുവൻ അവരുടെ സൈഡിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മംഗോളിയരുടെ വരവ്. മംഗോളിയർ വന്ന് 1958 അടിച്ച് കയറി ബാഗ്ദാദ് തകർത്തു. ആ തകർക്കുന്നതിന് തൊട്ട് മുമ്പാണ് 1992 തറൈൻ യുദ്ധത്തിന് ശേഷം ഇസ്ലാം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ, കാശ്മീർ, UP, ബീഹാർ തുടങ്ങിയ ഉത്തരേന്ത്യ മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിലായി. ബാറ്റിൽ ഓഫ് ഐൻ ജലൂട്ടിൽ മുസ്ലിങ്ങൾ ഇവരെ പരാജയപ്പെടുത്തി. 1990 ആയപ്പോൾ ബാറ്റിൽ ഓഫ് ഹോംസ്
അവിടെ വൻപിച്ച ഒരു മംഗോളിയൻ സൈന്യത്തെ നേരിട്ടുകൊണ്ട് വന്നത് നയിച്ചുകൊണ്ട് വന്ന അബാക്ക ഖാനാണ്. അബാക്ക ഖാൻ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ അവരെ പരാജയപ്പെടുത്തി. അബാക്ക ഖാൻ ചോദിച്ചു, യുവമാരെങ്ങനെ നമ്മളെ പരാജയപ്പെടുത്തി? നമ്മുടെ സൈന്യം 5 ഇരട്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അവരിടക്കിടയ്ക്ക് വിളിക്കുന്ന മുദ്രാവാക്യം കേട്ടോ, അള്ളാഹു അക്ബർ. അത് വിളിച്ച പിന്നെ അവന് 10 ആളുകളുടെ വില കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ അബാക്ക ഖാൻ ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും അത് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അതോടുകൂടി കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ 2 ഇരട്ടി 66 ചതുരലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇസ്ലാമിൻ്റെ കയ്യിലായി. അത് കഴിഞ്ഞ് ഇസ്ലാം അടുത്ത നീക്കം തുർക്കിയിലേക്കാണ്. 1553 കോൺസ്റ്റാന്റിനോപ്പിൾ വീണു, തുർക്കിയും വീണു. 1557 ഇസ്ലാം ഇന്ത്യയിൽ നേരെ മലേഷ്യ പോയി പിടിച്ചു. മലേഷ്യ ഇസ്ലാമിക ഭരണത്തിലായി. മലേഷ്യയും ബർമയും വിയറ്റ്നാമും ഒക്കെ ഹിന്ദു രാജ്യങ്ങളായിരുന്നു. ജയ, ശ്രീവിജയ, ചമ്പ, വിയറ്റ്നാമിൻ്റെ പഴയ പേര് ചമ്പ, ഇതെല്ലാം ഹിന്ദു രാജ്യങ്ങളായിരുന്നു. ഇന്തോനേഷ്യ പണ്ട് ഹിന്ദു രാജ്യമായിരുന്നു. ശൈലേന്ദ്ര എന്നാണ് രാജ്യത്തിൻ്റെ പേര്. ഇസ്ലാം 1577 ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യ ഇസ്ലാമിൻ്റെ കയ്യിലായി. 12,000 ദ്വീപ് സമൂഹമുള്ള മലേഷ്യയും മുസ്ലിമിൻ്റെ കയ്യിലായി. 20,000 ദ്വീപുകളുള്ള ഇന്തോനേഷ്യയും മുസ്ലിമിൻ്റെ സൈഡായി. ഈ സമയത്താണ് അറബിക്കടൽ എന്ന പേര് വരുന്നത്. കുതിരപ്പലുള്ള നമ്മളും എറിട്രിയൻ ചെയ്യുന്ന അവരും വിളിച്ചത് അറബികളുടെ കൺട്രോളിലായി കടൽ. അപ്പോൾ അതിനെ അറേബ്യൻ കടൽ എന്ന് വിളിച്ചു. എന്നാൽ മറുവശത്തുള്ള കടൽ, ശൈലേന്ദ്ര കടൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന കടലിനെ ചോളത്തടാകമെന്ന് വിളിച്ചു. കാര്യം രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ്റെ കാലമായപ്പോഴേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ ഈ തമിഴന്മാരുടെ ചോളന്മാരുടെ കൺട്രോളിലായിരുന്നു. അതുകൊണ്ട് അതിനെ ചോളത്തടാകം എന്ന് വിളിച്ചു. ആ ചോളത്തടാകം പിന്നെ ബേ ഓഫ് ബംഗാൾ ആവാൻ ബ്രിട്ടീഷുകാർ വന്ന് മദ്രാസും കൽക്കട്ടയും കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടാണ് അവരതിൻ്റെ പേര് മാറ്റി ബേ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. ഈ അറബിക്കടലിൻ്റെ കൺട്രോൾ പിടിച്ചെടുക്കണം. അതിന് ശ്രദ്ധേയമായി യൂറോപ്പിൽ നിന്ന് പട നയിക്കാൻ തുടങ്ങി. അതിനാദ്യമായി ഇങ്ങോട്ട് വന്ന് കയറിയത് പോർച്ചുഗീസുകാരായിരുന്നു. ഇവിടെ വിശദമായ കഥ പറഞ്ഞു. 1598 വാസ്കോ ഡി ഗാമ വരുന്നതും പിന്നെ അൽബുക്കർക്ക് വരുന്നതും അതിനുശേഷം അൽമേഡ വരുന്നതുമായ വലിയ പരിപാടികൾ. ആദ്യം നമ്മുടെ സാമൂഹ്യം അവരെ സഹായിച്ചു, നമ്മുടെ അറക്കൽ ബീവി അവരെ സഹായിച്ചു, ചെറുക്കൽ രാജാക്കന്മാർ അവരെ സഹായിച്ചു. ഒരു കച്ചവടത്തിന് വരികയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ 1508 ഈ നമ്മുടെ ചെറുക്കൽ രാജാവിൻ്റെ അടുത്ത് വാസ്കോ ഡി ഗാമ സന്ധി സംഭാഷണത്തിലെത്തി. എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാസ്കോ ഡി ഗാമ ചില കാഷ്യൂ നോട്ട് വായിലെടുത്ത് ചവയ്ക്കാൻ തുടങ്ങി. ചെറുക്കൽ രാജാവ് ചിരുന്ന് ചവയ്ക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലൊരു നട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചെറുക്കൽ രാജാവ് 4 വായിട്ട് ചവച്ചപ്പം നല്ല രുചി. അദ്ദേഹം പറഞ്ഞു, ഇത് കുറച്ച് തൈ തരാമെന്ന് ചോദിച്ചു. വാസ്കോ ഡി ഗാമ തരാം, പക്ഷെ നിങ്ങളുടെ കുരുമുളകിൻ്റെ ഒരു 10 തൈ ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ 10 കുരുമുളകിൻ്റെ തൈ വാസ്കോ ഡി ഗാമയെ കൊടുത്തു. 10 കശുവണ്ടിയുടെ തൈ ഇങ്ങോട്ട് വാങ്ങിച്ചു. കശുവണ്ടിയുടെ വെച്ച് പിടിപ്പിച്ചു. ഭംഗിയായിട്ട് അങ്ങ് വളരാൻ തുടങ്ങി. ഇപ്പോൾ 1.5 ലക്ഷം ടണ്ണാണ് കണ്ണൂർ മേഖലയിൽ നിന്ന് കശുവണ്ടി ഉണ്ടാവുന്നത്. ഈ വാസ്കോ ഡി ഗാമ കൊടുത്ത് കുരുമുളക് അവിടെ കൊണ്ടുവച്ചു, ഒന്നും കിളിച്ചില്ല. കാര്യം ഈ കുരുമുളക് കിളിക്കണമെങ്കിൽ ഒരു പ്രത്യേക മണ്ണിനൊരു പ്രത്യേക പശുവിനാശി വേണം. അവന് ഗുണപ്പെട്ടില്ല. അതോടെ വാസ്കോ ഡി ഗാമ തീരുമാനിച്ചു, യുവമാരുടെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, ശത്രുത. 1509 അവർ ഗോവ പിടിച്ചെടുത്ത ശേഷം തെക്കോട്ട് നമ്മളെ ആക്രമിക്കാനായിട്ട് വന്നു. അങ്ങനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അതിശക്തമായ ഒരു സൈന്യത്തെ നമ്മൾ രൂപീകരിച്ച് സംയുക്തമായി എതിരിടാൻ തുടങ്ങി. സൗദി അറേബ്യ മരുഭൂമിയാണ്. മുസ്ലിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം മരുഭൂമിയാണ്. അവിടെ ഈ കപ്പലുണ്ടാക്കാനുള്ള ബോട്ടുണ്ടാക്കാനുള്ള തടിയില്ല. എന്നാൽ ഇന്ത്യയിൽ ഈ തടി ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണൂർ, കോഴിക്കോട് മേഖലയിൽ തടിയുണ്ട്. മലപ്പുറത്ത് നമ്മുടെ സ്വർണ്ണ തേക്കുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടും കപ്പലും ഉണ്ടാക്കി. മലയാള ഭാഷയിൽ നമ്മൾ വിളിച്ച ഒരു അറബി ഭാഷയിൽ ബോട്ടിൻ്റെ പേരായിട്ട് മാറി. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോട്ടും അവരുടെ ആയുധങ്ങളും വെച്ചിട്ട് ശക്തമായൊരു നാവിക സേന ഉണ്ടായി. അറബികളുടെ കയ്യിൽ വെടിമരുന്നുണ്ടായിരുന്നു. അവരാദ്യം തോക്കുണ്ടാക്കി പോർച്ചുഗീസുകാരെ നേടാൻ തുടങ്ങി. പക്ഷേ പോർച്ചുഗീസുകാർക്കും യൂറോപ്പാർക്കും ഗൺ ബോട്ട് എന്നൊരു സാധനം, ഈ ബോട്ടിനകത്ത് പീരങ്കി വെച്ചിട്ട് വെടിവെക്കാനുള്ള സൗകര്യം. അപ്പോൾ നമ്മൾ കരയ്ക്ക് നിന്നുള്ള വീരന്മാരാണ്, കളരിപ്പയറ്റ്. പക്ഷേ അവൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. പക്ഷെ നമ്മുടെ തോക്കുണ്ടായിരുന്നു. ഈ സമയത്താണ് തുർക്കി വംശജനായ ഒരാൾ, ബാബർ നാമധാരിയായ ഒരാൾ തമിഴ്നാട്ടിൽ വന്നു. ആ ബാബർ പിന്നെ ശബരിമല അയ്യപ്പൻ്റെ കൂടെ കൂടി ബാബർസ്വാമിയായിട്ട് മാറി. ബാബർസ്വാമിയാണ് കേരളത്തിലെ രാജാക്കന്മാർക്ക് ഈ തോക്കും കുതിരപ്പട്ടാളമൊക്കെ കൊടുത്ത ആൾ. അങ്ങനെ കിട്ടി. പക്ഷേ 1526 ആയപ്പോഴേക്കാണ് ബാബർ പീരങ്കിയും കൊണ്ടുവന്നിട്ട് 1-ാം പാനിപ്പട്ട് യുദ്ധം ജയിക്കുന്നത്. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും പോർച്ചുഗീസുകാർ അക്രമാസക്തരോട് വന്നു. അറക്കൽ ബീവിയുടെ സൈന്യത്തിൽ ഹിന്ദുക്കളുണ്ട്, ഹിന്ദു സേനാനായകനുണ്ട്. ചെറുക്കൽ രാജാവിൻ്റെ സൈന്യത്തിൽ മുസ്ലിങ്ങളുണ്ട്.
അല്ലാതെ മുസ്ലിം രാജ്യം മുഴുവൻ മുസ്ലിങ്ങളും മറ്റത് മുഴുവൻ മറ്റാണ് ധരിച്ചുള്ളത്. അക്ബറുടെ പ്രധാന രാജകുമാരി ജോധാബായി ഹിന്ദുവാണ്. ആ ഹിന്ദു സ്ത്രീ പ്രസവിച്ച മോനാണ് പിന്നീട് രാജാവായത്. ജോധാബായിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ജോധാബായി മുസ്ലിമാണ് അക്ബർ പറഞ്ഞില്ല. ഫത്തേപൂർ സിക്രി ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അക്ബർ തൻ്റെ കൊട്ടാരത്തോട് ചേർന്നൊരു ക്ഷേത്രം പണിയിച്ചു കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ജോധാബായിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. അക്ബറുടെ പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണനാണ്. അക്ബറുടെ ധനകാര്യമന്ത്രി തോണ്ടർമാൽ വൈശ്യനാണ്. അക്ബറുടെ സേനാനായകൻ മാൻസിംഗ് അദ്ദേഹം ഒരു രാജപുത്രനാണ്. 12 മന്ത്രിമാരിൽ 8 പേരും ഹിന്ദുക്കളായിരുന്നു. ഏറ്റവും കൂടുതൽ ചീത്തവിളിയായിട്ട് ഔറംഗസീബാണ്. അയാളുടെ പ്രധാനമന്ത്രി തേജ് ബഹാദൂർ ഹിന്ദുവാണ്. ഔറംഗസീബിൻ്റെ പട്ടാളത്തിനകത്ത് 85% ഹിന്ദുസാണ്. അതായത് മന്ത്രിസഭയിൽ 80% ഹിന്ദുക്കളാണ്. അല്ലാതെ നിങ്ങൾ ഓരോരുത്തർ പറയും ഔറംഗസീബ് മുഴുവൻ മുസ്ലിം മറ്റേത് മുഴുവൻ ഹിന്ദു എന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പ്രധാന ഭാര്യ വടകരക്കാരി നായർ സ്ത്രീയാണ്, ഉണ്ണിച്ചാറ. ചിലർ ഉണ്ണിയാർച്ച എന്ന് മാറ്റി പറയുന്നുണ്ട്. ഉണ്ണിച്ചാറയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രീരംഗപട്ടണത്ത് കോട്ടയോട് ചേർന്നൊരു ക്ഷേത്രം വെച്ചു കൊടുത്തു. ഞാൻ ശ്രീരംഗപട്ടണത്ത് ക്ഷേത്രം കണ്ടിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ രാജാവ് കൃഷ്ണദേവരായർ അദ്ദേഹത്തിന് മോളെ കെട്ടിച്ചാരെ കൊണ്ടാണ് ബീഹാറിലെ മുസ്ലിം രാജകുമാരനെ കണ്ടത്. ആ മോള് മരുവനോട് വരുമ്പോൾ അവന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹംപിയിലെ പ്രധാന കൊട്ടാരത്തിൽ ചേർന്ന് കൃഷ്ണദേവരായർ ഒരു മുസ്ലിം മോസ്ക് വെച്ചു കൊടുത്തു. ഇങ്ങനെയായിരുന്നു നമ്മുടെ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ. അതുകൊണ്ട് അറക്കൽ ബീവി മുഴുവൻ മുസ്ലിമും ചിറക്കൽ രാജാവ് മുഴുവൻ ഹിന്ദുവാണെന്നുള്ള തെറ്റുകാരനൊന്നും പറഞ്ഞു വരുത്തരുത്. എല്ലാ മതങ്ങളും ഒത്തുനിന്ന് യുദ്ധം ചെയ്തു നമ്മൾ. അങ്ങനെയാണ് വിദേശികൾക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്തത്. ആ യുദ്ധം ചെയ്തതിൽ വളരെ കൃത്യമായി 1514 കഴിഞ്ഞപ്പോഴേക്കും തുർക്കിയിൽ നിന്നൊരു നേവി വന്നു. ഗുജറാത്തിൽ നിന്നുള്ള സുൽത്താൻ നമ്മുടെ കൂടെ കൂടി, അറക്കൽ ബീവിയുടെ സൈന്യം കൂടെ കൂടി. അങ്ങനെ അറബിക്കടലിൽ വെച്ച് പോർച്ചുഗീസുകാരുമായിട്ട് വളരെ കനത്ത മത്സരങ്ങൾ നടത്തി. ആ മത്സരത്തിൽ ആദ്യ വിജയം അറക്കൽ സൈന്യത്തിനായിരുന്നു. നമ്മൾ പോയി ലക്ഷദ്വീപ് മുഴുവൻ അറക്കൽ രാജ്യത്തിൻ്റെ ഭാഗമായി ചേർത്തു. ഇന്നൊരു സ്വതന്ത്ര രാഷ്ട്രമായ മാൽദീവ്സ് മുഴുവൻ അറക്കൽ ബീവിയുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. വളരെ ഭംഗിയായിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് സ്പെയിൻ ഇൻഡിപെൻഡൻ്റായിട്ട് അമേരിക്കയിലേക്ക് പട നയിക്കുന്നത്. 1521 ആയപ്പോൾ അവർ മെക്സിക്കോയിൽ ഇറങ്ങി അഷ്ടക് രാജവംശത്തെ പരാജയപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് അവിടുത്തെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വന്നു. 1522 ആയപ്പോഴേക്കും ഗോവയെ പിടിക്കാൻ വേണ്ടി വന്ന പോർച്ചുഗീസ് സൈന്യം തുർക്കി നേവി ഇച്ചിരി പിന്മാറിക്കളഞ്ഞു. ഗുജറാത്ത് നേവിയെയും നമ്മുടെ സൈന്യത്തെയും പരാജയപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ചിറക്കൽ രാജാവിനോട് പറഞ്ഞിട്ട് ഈ അലി ഹസനെ അറസ്റ്റ് ചെയ്യുന്നത്. അലി ഹസനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പറഞ്ഞ കഥയനുസരിച്ച് ആണ് 1524 ഡിസംബർ 24 ക്രിസ്മസിന് രാത്രിയിൽ വാസ്കോ ഡ ഗാമ മരിച്ചു കഴിഞ്ഞ് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് അലി ഹസനെ തൂക്കിലേറ്റുന്നത്. അത് കഴിഞ്ഞ് അടുത്ത 10 വർഷത്തേക്ക് വളരെ സംഭവബഹുലമായിരുന്നു. 1532 ആയപ്പോൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന സർ തോമസ് മൂർ യുട്ടോപ്പിയ എഴുതി. ആ യുട്ടോപ്പിയയിൽ ഏറ്റവും നല്ല രാഷ്ട്രത്തിൻ്റെ കഥ പറയുകയാണ്. അതിൻ്റെ തലസ്ഥാനം ഏറ്റവും നല്ല ഭരണം നടക്കുന്ന രാജ്യത്ത് ഒരു പട്ടണത്തിൻ്റെ പേരായിരിക്കണം. സർ തോമസ് മൂർ ലോകം മുഴുവൻ തപ്പി നടന്നു. അവസാനം യുട്ടോപ്പിയുടെ തലസ്ഥാനം നമ്മുടെ സാമൂതിരിയുടെ തലസ്ഥാനമായി കോഴിക്കോട് നിന്നാണ് യുട്ടോപ്പിയുടെ തലസ്ഥാനം. അന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണം നടക്കുന്ന സ്ഥലം സാമൂതിരിയുടെ ഭരണമാണ്. ആ സാമൂതിരിയുടെ സേനാനായകന്മാർ, നാവിക നേതാക്കന്മാർ കുഞ്ഞാലി മരക്കാർ മുസ്ലിങ്ങളാണ്. കാര്യം ഹിന്ദുക്കൾ കടലോട്ട് ഇറങ്ങത്തില്ല പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സൈന്യം കുഞ്ഞാലി മരക്കാർ 1, 2, 3, 4 4 പേരും വളരെ ഗംഭീരമായിട്ട് ആ സമരം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായി ആ നീക്കം അങ്ങനെ നീങ്ങുമ്പോഴാണ് ഇംഗ്ലണ്ടിൽ നമ്മുടെ ഹെൻറി 8 വലിയ ഭരണവും സ്പെയിനും അവർ എലിസബത്തിൻ്റെ കാലത്തൊരു യുദ്ധവും. അവിടെ സ്പെയിൻ പരാജയപ്പെട്ടുപോയി ഇംഗ്ലണ്ടിൻ്റെ മുമ്പിൽ. അങ്ങനെ സ്പെയിനിൻ്റെ ശല്യം തൽക്കാലം നിന്നു. പക്ഷെ പിന്നീടും പോർച്ചുഗീസുകാരുടെ ശല്യം വിശദമായി തുടരുകയാണ്. വിസ്താരമായത് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അവസാനം 1571 കമ്പൈൻഡ് യൂറോപ്യൻ ആർമി തുർക്കികളെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചു. കാരണം ഇന്ത്യയിലെ സൈന്യത്തിന് തുർക്കികളുടെ സഹായം കിട്ടിയാൽ ഇന്ത്യ യൂറോപ്പുകാരെ പരാജയപ്പെടുത്തുകയും ഏഷ്യയിലെ കൊളനൈസേഷൻ തടയുകയും ചെയ്യുന്നവർക്ക് മനസ്സിലായി. അങ്ങനെ 1571 ബാറ്റിൽ ഓഫ് ലെപ്പാന്തോ എന്ന് പറയുന്ന പ്രസിദ്ധമായ യുദ്ധം. ആ യുദ്ധത്തിൽ വെച്ച് തുർക്കി നേവിയെ പരാജയപ്പെടുത്തി. അതോടുകൂടി യൂറോപ്പിൻ്റെ വടക്കൻ മേഖല മുഴുവൻ, മെഡിറ്ററേനിയൻ കടലിലെ വടക്കൻ മേഖല യൂറോപ്പിൻ്റെ കൺട്രോളിലായി. തുർക്കി തെക്കോട്ട് പിന്മാറേണ്ടി വന്നു. അങ്ങനെ യൂറോപ്പുകാർ തീരുമാനിച്ചു സൗത്ത് ഏഷ്യ, ഇന്ത്യയും 7 രാജ്യങ്ങളും, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇത് വീതിച്ചെടുക്കണം. അങ്ങനെ വിയറ്റ്നാം ഫ്രഞ്ചുകാർ കൊടുത്തു. അതാണ് ഫ്രഞ്ച് വിയറ്റ്നാം. ഡച്ചുകാർ ഇന്തോനേഷ്യ എടുത്തു. അതാണ് ഡച്ചുകാരുടെ പേരിലുള്ള
അറിയപ്പെടുന്ന തന്നെ ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നാണ്, ഇന്തോനേഷ്യ. സിലോണും ഇന്ത്യയും ബർമയും മലേഷ്യയും ബ്രിട്ടീഷുകാർ പിടിക്കുന്ന ഒരു വകുപ്പ് വിഭജനം ഉണ്ടായി. ആ വകുപ്പ് വിഭജനത്തിന് പേരുള്ള വലിയ നീക്കങ്ങൾ ആരംഭിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് വലിയ ധൈര്യമായി. എന്നാൽ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്ത് കളയാം അവർ മൊറോക്കോയിലോട്ട് വെച്ച് പിടിച്ചു. രാജാവിന് മുഴുവൻ ആൺമക്കളും മുഴുവൻ സേനാനായകന്മാരും അവിടുന്ന് കൊള്ളയടിക്കാൻ വന്ന് സ്വർണം കൊണ്ടുവരാനുള്ള വലിയ പാട്ടുകളൊക്കെ തയ്യാറാക്കൊണ്ട് പോർച്ചുഗീസുകാർ പോയി. 1591 വലിയ യുദ്ധത്തിൽ പോർച്ചുഗീസ് രാജാവും സർവ്വമക്കളും സർവ്വസൈന്യം നശിച്ചു. പോർച്ചുഗൽ എന്ന രാജ്യം ലോകത്തിൽ നിന്ന് ഇല്ലാതായി 1591. അതാണ് മൊറോക്കോയിലെ യുദ്ധം. അപ്പോൾ നമ്മുടെ അലി ഹസനെ തൂക്കിക്കൊന്നിട്ട് ഒരു 75 കൊല്ലം കഴിഞ്ഞപ്പോൾ പോർച്ചുഗൽ എന്ന രാജ്യം ഇല്ലാതായി. പിന്നെ 1642 അൽ വാറസ് റിബല്യന് ശേഷമാണ് പോർച്ചുഗൽ തിരിച്ചു വരുന്നത്. പോർച്ചുഗലിൽ ഒരു രാജകുമാരിയെ സ്പെയിനിലെ രാജാവ് കല്യാണം കഴിച്ചിരുന്നു. അങ്ങനെ സ്പാനിഷ് കൺട്രോളിൽ പോർച്ചുഗൽ തുടർന്നു. ആ സമയത്താണ് 1599 യുവമാർ ഇവിടെ വന്ന് ഞങ്ങളുടെ ക്രിസ്തുമതം തകർക്കാൻ വേണ്ടി ഒരു ഉദയംപേരൂർ സുനോദസ് കൂടി. എൻ്റെ വല്യപ്പനൊക്കെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഉദയംപേരൂർ സുനോദസ്. ആ സുനോദസ് വെച്ചിട്ട് ഈ സ്പെയിൻ കൺട്രോളിലുള്ള നമ്മുടെ ഈ വലി ഹസനെ തൂക്കിക്കൊന്ന ആ മെനേസിസിൻ്റെ ഒരു കൊച്ചുമോൻ, അയാളായിരുന്നു ഡോ മെനേസിസ്, ഇവിടെ വന്നിട്ട് ഈ ഉദയംപേരൂർ സുനോദസ് നാശമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. 1600 ആയപ്പോഴേക്കും ഗതി പിന്നെ മാറി. മുഗൾ സാമ്രാജ്യം വളരെ ശക്തിപ്പെട്ട് വന്നിട്ട് ഈ ആർമമെൻ്റ് കൺട്രോൾ ഇന്ത്യ മുഴുവൻ കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ രാഷ്ട്രം ഉണ്ടായി. ആ രാഷ്ട്രം അങ്ങനെ പോകുമ്പോഴാണ് പോർച്ചുഗൽ തിരിച്ചു വരുന്നത്. 1942 തിരിച്ചു വന്ന ശേഷം അവർ വീണ്ടും കേരളത്തിൽ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് കൂനംകൂർ സത്യത്തിൽ കലാശിച്ചു 1653. അങ്ങനെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ പോർച്ചുഗീസുകാർക്കെതിരെ തിരിയുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഡച്ചുകാർ വന്നിട്ട് പോർച്ചുഗലുമായി 1662 യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെട്ടു. അങ്ങനെ ഗോവ ഡാമും ഡി ഒഴിച്ചുള്ള മുഴുവൻ പ്രദേശത്തും പോർച്ചുഗീസുകാർ തൂത്തെറിയപ്പെട്ടു. അങ്ങനെ അലി ഹസനെ ബലിയാക്കിയിട്ട് കഷ്ടിച്ച് 124 വർഷം കഴിഞ്ഞപ്പോൾ പോർച്ചുഗലിൻ്റെ പറങ്കികളുടെ ഇവിടുത്തെ ഭരണം തീർന്ന് ഇന്ത്യൻ ഭൂഖണ്ഡത്തവരെ ഓടിച്ചു. അപ്പോൾ ഡച്ചുകാർ തുടങ്ങി. ഡച്ചുകാർ ഇളയുടെ സ്വരൂപത്തെ കൂട്ടുപിടിച്ച് കൊച്ചി രാജ്യത്തെ കൂട്ടുപിടിച്ച് ആക്രമണം തുടങ്ങി. മുസ്ലിങ്ങളുടെ നാവികസേനയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി. ഇതിനിടയ്ക്കാണ് കുഞ്ഞാലി മരക്കാരോടുള്ള ഗുസ്തി. അലി ഹസൻ പോയതോടുകൂടി സാമൂതിരിയുടെ നേവിയുമായിട്ടാണ് യുദ്ധം. അവസാനം വീണ്ടും ചതിയിൽ കുഞ്ഞാലി മരക്കാരെ പിടിച്ചുകൊണ്ട് പോയി ഗോവ വെച്ച് തലയറുത്ത് കണ്ണൂർ കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്ത് പരിതാപകരമായ അവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ഈ ഡച്ചുകാരുമായിട്ട് പോർച്ചുഗീസുകാരുള്ള യുദ്ധത്തിൽ ഗോവയിൽ മാത്രം 31,000 പേർ കൊല്ലപ്പെട്ടു. ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി മേഖലകളിലായിട്ട് നമുക്ക് മലയാളികൾക്ക് 30,000-ലേറെ ആളുകൾ രക്തസാക്ഷികളാവേണ്ടി വന്നു. ഡച്ചുകാരെ നേരിടേണ്ടത്, ഡച്ചുകാർ വടക്കൻ മേഖലയിൽ വലിയ ശല്യം ഉണ്ടാക്കിയില്ല, അവർ തെക്കോട്ട് പോയി ശല്യം ഉണ്ടാക്കി. അവസാനം മാർത്താണ്ഡവർമ്മ 1741 കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അവൻ ഇവിടുന്ന് ഓടിച്ചു. അപ്പോഴാണ് പിന്നെ ഫ്രഞ്ചുകാരുടെ വരവ്. ഫ്രഞ്ചുകാർ ഈ വലിയ ഗൺബോട്ടോട്ടാണ് വരുന്നത്. അവരുടെ പ്രഗത്ഭനായ നേതാവ് വന്ന് ഗൺബോട്ട്സുമായിട്ട് വന്ന് മാഹിയുടെ തീരത്തുനിന്ന് വെടിവെക്കാൻ തുടങ്ങി. 400ഓളം പട്ടാളം ലാൻഡ് ചെയ്ത് ഇവനെ വെട്ടിഞ്ഞുറുക്കാൻ അറിയായിരുന്നു കടത്തനാട് സൈന്യത്തിന്. പക്ഷേ തീരത്ത് നിൽക്കുന്നവരെ കടലിൽ വെച്ച് ഓരോരുത്തരും വെടിവെച്ച് താഴെ 390 വെടികൊണ്ട് താഴെ വീണു. അങ്ങനെ പോർച്ചുഗീസുകാർ മാഹി പിടിച്ചു, പോണ്ടിച്ചേരി പിടിച്ചു, യാനവും കാരക്കലൊക്കെ പിടിച്ചു. അങ്ങനെ ചെറിയൊരു മാഹി മാത്രമേ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളൂ. ഫ്രഞ്ചുകാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ വരവായി. 1907 അവന് തലശ്ശേരി ഫാക്ടറി ഉണ്ടാക്കി. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന കഥ പോലെ അവൻ ഇന്ത്യ പിടിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ പിടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പടവരുതിയത് മുസ്ലിങ്ങളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു പ്രസിദ്ധമായ സംഭവം ഉണ്ടായിരുന്നു. 1662 മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എഴുതുകയാണ്. അപ്പോൾ സാത്താൻ്റെ സ്വത്തിനെ വർണ്ണിക്കണം, അവർണ്ണനീയമായ സ്വത്ത് വർണ്ണിക്കണം. മിൽട്ടൺ ഇങ്ങനെ വാക്ക് തപ്പി നടന്നു. അവസാനം അദ്ദേഹം എഴുതുകയാണ്, സാത്താൻസ് വെൽത്ത് ഈസ് ലൈക്ക് ദ വെൽത്ത് ഓഫ് ഓർമൂസ് ആൻഡ് ദ ഇൻഡ്. ഈ പേർഷ്യയുടെയും ഒമാൻ്റെ അവിടെയുള്ള തുറമുഖമാണ് ഓർമൂസ്. ഓർമൂസിലെ സ്വത്ത് പോലെയും ഇന്ത്യയിലെ സ്വത്ത് പോലെയും വർണ്ണിക്കാനോ സ്വത്താണ് സാത്താൻ്റേത്. അവർണ്ണനീയമായ സ്വത്തിന് 1662
ഷാജഹാൻ ജയിലിൽ കിടക്കാണ്, അർക്കസീവ് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അന്ന് ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള രാജ്യം ഇന്ത്യയാണ്. 1662 അത് കയ്യിലാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അവർ തീരുമാനിച്ച ശേഷം അവർ തീരുമാനിച്ചു, ഇന്ത്യയെ തിന്നണമെങ്കിൽ പണ്ട് ചാണക്യൻ ചതുർഗുപ്തമൗര്യന് പറഞ്ഞു കൊടുത്ത പോലെ കറക്കി വേണം പിടിക്കാൻ എന്ന് തീരുമാനിച്ചു. അവരാദ്യം ബംഗാൾ വിളിക്കാൻ തീരുമാനിച്ചു. സിറാജ് ദൗളയെ വീഴ്ത്താൻ വേണ്ടി മിർ കാസിമിനെ കൂട്ടുപിടിച്ചിട്ട് ബ്രിട്ടീഷുകാരൻ പ്ലാസി യുദ്ധം എന്നൊരു യുദ്ധം ഉണ്ടാക്കി. അവിടെ യുദ്ധമൊന്നുമില്ല കേട്ടോ, 15 മിനിറ്റോട് കാര്യം കഴിഞ്ഞ്. സിറാജ് ദൗള വെടിവെക്കാൻ നേരം അവൻ്റെ പീലിംഗാന്ന് വെള്ളം ഒഴിച്ചു വെച്ചു. പൈസ കൊടുത്തിട്ട് നമ്മളെ ആളുകളെ കൊണ്ട് വെള്ളം ഒഴിപ്പിച്ചു വെച്ചു. ചതിച്ചതാരാണ്? മിർ കാസിം. ആ മിർ കാസിമിൻ്റെ കൊച്ചുമോനാണ് പിന്നീട് പാകിസ്ഥാൻ പ്രസിഡന്റായ ഇസ്കന്ദർ മിർസ. അവൻ്റെ വല്യപ്പനാണ് ഇയാൾ. അങ്ങനെ ബംഗാൾ പിടിച്ചത് റിച്ചസ്റ്റ് പ്രൊവിൻസ്. റോബർട്ട് ക്ലൈവ് മുർഷിദാബാദ് കണ്ടിട്ട് പറയുകയാണ്, മുർഷിദാബാദ് ഈസ് മോർ റിച്ചർ ദാൻ ലണ്ടൻ. അത്ര സമ്പൽ സമൃദ്ധ പ്രദേശമാണ് മുർഷിദാബാദ്. ബംഗാൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ആസാം ഉൾപ്പെട്ട പ്രദേശം ബ്രിട്ടീഷുകാരെ കൈകിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവൻ തീരുമാനിച്ചു വെസ്റ്റേൺ യു പിയും ബീഹാറും ഒറീസയും പിടിക്കണം. അതിന് 1764 ബാറ്റിൽ ഓഫ് ബക്സർ ഔദിലെ രാജവംശവുമായിട്ട് ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ വീണ്ടും ഇന്ത്യക്കാർ തന്നെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിട്ട് ചതിച്ചു. ആ ചതിയിൽ 64,000 പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ ബക്സർ പിടിച്ച യുദ്ധം പരാജയപ്പെട്ടതോടുകൂടി ഈസ്റ്റേൺ യു പി, ബീഹാർ, ഒറീസ പിടിച്ചു. ഈ 2 യുദ്ധങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മുസ്ലിങ്ങൾ രക്തസാക്ഷികളായത് 40,000-ലേറെ ആളുകളാണ്. രക്തസാക്ഷിയാവുന്നതിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരാണ് ബലി കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ കറങ്ങി ആന്ധ്രാപ്രദേശിലെത്തി. അപ്പോൾ 1939 നൈസാം റിവോൾട്ട് ചെയ്തിരുന്നു. ആ നൈസാമിനെ ഇവരൊരു സബ്സിഡറി അലയൻസിൽ എടുത്തു. അപ്പോൾ ആന്ധ്രയിൽ യുദ്ധം വേണ്ടി ഡൽഹിക്കെതിരെ നിൽക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ഈ നൈസാമിൽ നിന്ന് ഡൽഹിക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ കൂടെ വന്നു. അത് കഴിഞ്ഞ ബ്രിട്ടീഷുകാർ നേരെ തെക്കേ ഇന്ത്യയിലെത്തി. തെക്കേ ഇന്ത്യയിലെത്തിയപ്പോൾ ഇവിടെ ഹൈദരാലിയും ടിപ്പു ഉണ്ട്. ഹൈദരാലിയും ടിപ്പുവും രാജാക്കന്മാരല്ല, വടയാർ രാജവംശത്തോടെ ഭരിക്കുന്നത്. വടയാർ രാജവംശത്തിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? പൂർണ്ണയ്യ ബ്രാഹ്മണനാണ്. ഹൈദരാലിയും ടിപ്പു കൊടുത്ത സേനാനായകന്മാർ മാത്രമാണ്, അവരങ്ങനെ രാജ്യമൊന്നുമല്ല. പക്ഷേ വടയാർ രാജവംശം യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ സൈഡിൽ നിൽക്കത്തില്ല. അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി ഹൈദരാലിയും ടിപ്പുവിന് യുദ്ധം ചെയ്യാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞുണ്ടാക്കി. ടിപ്പു സുൽത്താനാണ് പറഞ്ഞുണ്ടാക്കി. അയാളൊരു സുൽത്താനുമല്ല, ഒരു രാജാവുമല്ല, ഒന്നുമല്ല. ഹൈദരാലിക്ക് ആമക്കളുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ടിപ്പു സുൽത്താൻ ഓലിയോട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് മധ്യസ്ഥയിൽ കുട്ടിയുണ്ടായപ്പോൾ ആ വിശുദ്ധൻ്റെ പേരിട്ടാണ് ടിപ്പു സുൽത്താൻ ഓലിയ. അല്ല, ടിപ്പു സുൽത്താനുമല്ല, ഒന്നുമല്ല. 176 ക്ഷേത്രങ്ങൾക്ക് പൈസ കൊടുത്ത് പുതുക്കിപ്പണി ഞങ്ങളാണ് ടിപ്പു. ആ ദേശസൈനിക ടിപ്പുവിനോട് ഇവ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ കയ്യിലെടുത്തുകൊണ്ട് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്തു. ചതിച്ച് കൊന്നു. ടിപ്പുവിനെ ചതിച്ച ആരാണ്? ഒരു മുസ്ലിം. 5000 രൂപ പൈസ വാങ്ങിച്ചാണ് ശ്രീരംഗപട്ടണം പൊളിക്കാനുള്ള പണി ബ്രിട്ടീഷുകാർ ചെയ്ത് ടിപ്പുവിനെ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ട് ബർമയിൽ അടിമകളാക്കി തുണി നനയ്ക്കുന്ന ആശാന്മാരാക്കി മാറ്റി ബ്രിട്ടീഷുകാർ. അത് കഴിഞ്ഞപ്പോൾ കറങ്ങി അവർ മഹാരാഷ്ട്രയിലോട്ട് കയറുക. മഹാരാഷ്ട്ര ഭരിക്കുന്നത് മറാത്തക്കാരാണ്, അവർ മുസ്ലിംസ് അല്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് ഒരു കഥ കൊണ്ടുവന്നു. ഈ മറാത്തക്കാരെന്ന് പറഞ്ഞാൽ കോലാരിയൻസ്, അവർ തുർക്കിയുടെ അവിടെ നിന്ന് വന്ന ആളുകളാണ്. അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഭാഗമല്ല. അവരുടെ സന്ധി വരുമ്പോഴാണ് ഈ ഗുജറാത്തീസും മറാത്തീസും. അപ്പോൾ എന്നിട്ട് ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്തിട്ട് ഗൂർഖാസിനെ മറ്റവരും കൊണ്ടുവന്നിട്ട് 1812 ക്രിക്ക് യുദ്ധത്തോടു കൂടി മഹാരാഷ്ട്രക്കാരെ പരാജയപ്പെടുത്തിയിട്ട് അവർ നേരെ പഞ്ചാബിലോട്ട് അടുക്കാൻ തുടങ്ങി. അവിടെ റാണ രഞ്ജിത് സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത് സിംഗിൻ്റെ കളിച്ച രക്ഷയില്ലെന്ന് ബ്രിട്ടീഷ് പട്ടാള മേധാവിനെ പറഞ്ഞു കൊടുത്തു. ബ്രിട്ടീഷുകാർ എന്തെന്നറിയാമോ? റാണ രഞ്ജിത് സിംഗിനെ കാണാൻ വന്നു. റാണ രഞ്ജിത് സിംഗിനെ കാണാൻ വന്നിട്ട് എന്തോ മുട്ടായി കൊടുത്തു. അത് തിന്നപ്പോഴേ റാണ രഞ്ജിത് സിംഗ് തലയിറങ്ങി താഴെ വന്നു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു. യുവമാർ എന്തോ സൈനോട് കലക്കി കൊടുത്താണ് റാണ രഞ്ജിത് സിംഗിനെ കൊന്നത്. അമ്മമാർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇവർ കറങ്ങി. ഇപ്പോൾ റാണ രഞ്ജിത് സിംഗിനെ ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോഴത്തേന് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കാശ്മീർക്ക് അവൻ്റെ കയ്യിലായി. അവൻ കറങ്ങി നേരെ ഡൽഹിയിലേക്ക് വരികയാണ്. അവിടെ ഭരിക്കുന്നത് മുഗൾ രാജവംശത്തിൻ്റെ അവസാനത്തെ അഹമ്മദ് ഷാ, ലാസ്റ്റിലെ ആളാണ് ബഹദൂർ ഷാ സഫർ. വീണ്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഭജിച്ചിട്ട് ഒന്നാം വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചു. അദ്ദേഹത്തിന് 4 മക്കളെയും വെടിവെച്ച് കൊന്നു. ഈ ലാസ്റ്റിലെ രാജാവിനെ കൊണ്ട് ബർമയിലെ ഒരു കാർ ഷെഡിൽ തൂണിക്കെട്ടിയിട്ടു. അവിടെ കിടന്നുകൊണ്ട് അയാൾ മരിച്ചു, ബഹദൂർ ഷാ സഫർ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചത് പോക്കോയ്സായിട്ടാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ, ആന്ധ്ര, സൗത്ത് ഇന്ത്യ, മറാത്ത, പഞ്ചാബ്
അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ക്ലോക്കോയ്സായിട്ട് പിടിച്ചുകൊണ്ടാണ് ടാഗോർ ജനഗണമന എഴുതിയപ്പോൾ ആൻറ്റി ക്ലോക്കോയ്സ് ഡയറക്ഷൻ വന്നത്. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കൽ, ബംഗാൾ റിവേഴ്സ് ഓർഡറിൽ പോയി ടാഗോർ ജനഗണമന എഴുതിയപ്പോൾ. ബിക്കോസ് ദേ ക്ലോക്ക് വൈസ്, സോ ടാഗോർ ആൻറ്റി ക്ലോക്കോയ്സിൽ പോയി. ഈ മുഴുവൻ യുദ്ധങ്ങളെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. രക്തസാക്ഷികളായവരിൽ 75% മുസ്ലിംസാണ് രക്തസാക്ഷികളായത്. ബ്രിട്ടീഷ് പട്ടാളത്തിൽ പോയ ഭൂരിപക്ഷവും ക്രിസ്ത്യാനിയും ഹിന്ദുവാണ്. ഞാൻ വർഗീയത പറഞ്ഞെന്ന് പറഞ്ഞാലല്ലേ. അപ്പോൾ മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത വലിയ സമര പാരമ്പര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ സത്യസന്ധമായിട്ട് ചരിത്രം പഠിക്കാൻ കഴിഞ്ഞിരിക്കണം. എൻ്റെ രക്തത്തിനകത്ത് യഹൂദൻ്റെ രക്തമുണ്ട്. 1943 ഒരു ഡച്ചുകാരൻ വന്നിട്ട് കേരളത്തിൽ നിന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ചുള്ള സന്ധി വരുമ്പോൾ ഞാനുണ്ടായത്. എൻ്റെ രക്തത്തിനകത്ത് ഡച്ചുകാരൻ്റെയും യഹൂദൻ്റെയും രക്തമുണ്ട്. എൻ്റെ അമ്മയുടെ വംശപരമ്പര ഒരു പോർച്ചുഗീസുകാരൻ വന്നിട്ടൊരു ക്രിസ്ത്യൻ സ്ത്രീ കല്യാണം കഴിച്ചുണ്ടായതാണ്. ഞാൻ ഈ എതിർക്കുന്ന പോർച്ചുഗീസുകാരുടെ രക്തം എൻ്റെ സ്ഥിതിക്കകത്ത് ഓടുന്നുണ്ട്, ഇൻഡയറക്റ്റ്ലി പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചരിത്രം പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണം. അപ്പോൾ രക്തസാക്ഷികൾ ആരാണ്? മുസ്ലിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നടത്തിയ സമരത്തിൻ്റെ കഥ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കറക്കത്തിൽ എങ്ങനെയാണ് ഈ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും പിടിച്ചടക്കിയത്? ആ വലിയ സമരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടുത്തെ ബലി ഹസൻ, ഇവിടുത്തെ കുഞ്ഞാലി മരക്ക. പിന്നെ മറാത്തകൾ ഈ ഹിന്ദു നിയമം അനുസരിച്ചില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ കനോജി ആംഗ്ര എന്ന് പറഞ്ഞ വലിയൊരു നേവൽ ക്യാപിറ്റൽ ഉണ്ടാക്കി. ഈ കനോജി ആംഗ്രയെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. മനോഹർ മൽഗോങ്ങളുടെ പ്രസിദ്ധമായ നോവലുണ്ട് കനോജി ആംഗ്ര മറാത്ത അഡ്മിറൽ. അപ്പോൾ ഇങ്ങനെ അറബിക്കടലിനെ പിടിച്ചെടുത്ത് അവരെ രൂപവും ഭാവവും മാറ്റി അവരുടെ കൺട്രോളിലാക്കാൻ വേണ്ടി നടന്ന സമരം, അതിലെ വലിയ രക്തസാക്ഷികളുടെ വലിയ ശ്രേണിയാണ് ഇവിടെ നടക്കുന്ന സമരം, ഇവിടെ നടക്കുന്ന ഈ സംഭവം. അതുകൊണ്ട് സ്മാരകം ഉണ്ടാക്കുമ്പോൾ ഈ അറക്കൽ സൈന്യത്തിനകത്ത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നു, ചിറക്കല സൈന്യത്തിനകത്ത് മുസ്ലിം അവരുടെ ജനറലായിരുന്നു. രണ്ട് സൈന്യത്തിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇവിടുത്തെ ഹിന്ദു സാമ്രാജ്യമായിരുന്നല്ലോ വിജയനഗരം ഭരണ സൈന്യത്തിൻ്റെ 40% മുസ്ലിമായിരുന്നു, 40%. അക്ബറുടെ സൈന്യത്തിൻ്റെ, അർഗസീബിൻ്റെ സൈന്യത്തിൻ്റെ 80% ഹിന്ദുസാണ്. അല്ലാതെ രാജാവിൻ്റെ പേര് കേട്ടോണ്ട് ഇത് മുസ്ലിം സൈന്യമാണ് മറ്റേത് ഹിന്ദു സൈന്യമാണെന്നുള്ള തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത്. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ. അല്ലാതെ ഒരു മതം മറ്റൊരു മതത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇന്ത്യ തകർന്നു പോകും. ലോകയുദ്ധത്തിൽ എവിടെയെങ്കിലും ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ, ന്യൂനപക്ഷ രാജാവ് ഭൂരിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ആ സാമ്രാജ്യം ഇല്ലാതായിട്ടുണ്ട്. അത് ഏത് സാമ്രാജ്യമല്ല, ലോകയുദ്ധത്തിൽ ഒരു സാമ്രാജ്യം രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രം വീണ്ടും പഴയ പോലെ ഷാജഹാൻ്റെ കാലത്തും സർ തോമസ് മോറിൻ്റെ കാലത്തും ഉള്ളതുപോലെ ലോകത്തിലെ വലിയ ശക്തിയാവണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ണൂരിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഇവിടുത്തെ സമഗ്രമായ ചരിത്രം എഴുതണം. നാനാജാതി മതസ്വത്ത് ചേർന്ന ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് സംസ്കാരങ്ങളോട് ഒന്ന് മർജ് ചെയ്ത് പ്രസിദ്ധമായ കണ്ണൂരിൻ്റെയും വയനാടിൻ്റെയും സംസ്കാരം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സ്മാരകം എഴുതണം. ആ സ്മാരകം എഴുതുമ്പോൾ എല്ലാ ആളുകളെയും പങ്കെടുത്ത് റെപ്രസെൻ്റ് ചെയ്യണം. പഴശ്ശിരാജാവിൻ്റെ ചരിത്രം പറയുമ്പോൾ പഴശ്ശിരാജാവിൻ്റെ സേനാനായകനായിരുന്ന തലക്കൽ ചന്തു ഒരു കുറിച്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി ചൊവ്വക്കാരൻ മൂസ മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 സേനാനായകന്മാർ നായന്മാരായിരുന്നു. അപ്പോൾ ആ ചരിത്രം ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സാമൂതിരിയുടെ സൈന്യത്തിലെ പ്രധാന ഭാഗം ചേകവന്മാരായിരുന്നു, ഹിന്ദുക്കളായിരുന്നു. അത് മനസ്സിലാക്കണം. അപ്പോൾ സർവ്വമത സൗഹാർദ്ദത്തോടുകൂടി ചരിത്രം മനസ്സിലാക്കി ഇന്ത്യയുടെ രക്തസാക്ഷിയായ ബലി ഹസൻ, ഇന്ത്യയുടെ രക്തസാക്ഷിയായ കുഞ്ഞാലി മരക്കാരെ ഓർക്കാനും അതിൻ്റെ സ്മാരകം ഈ കണ്ണൂർ ടൗണിൽ ഉണ്ടാക്കാനും ശ്രമിച്ച ഈ ശ്രമം വളരെ വിജയപ്രദമായ ഒന്നാണ്. അത് വിജയം കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.